അങ്ങനെ മുംബൈ മൂന്നാമത്തെ ജയം നേടിയിട്ടുണ്ട്, അടുപ്പിച്ച് മൂന്നാമത്തെ ജയം നേടിയിട്ടുണ്ട്. മൊത്തത്തിൽ 4 ജയമായിട്ട് 6ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ ആദ്യത്തെ മത്സരം ചെപ്പോക്കിൽ ഈ പറഞ്ഞ ചെന്നൈക്കെതിരെ നമ്മൾ ഞങ്ങൾ ഞാനൊരു മുംബൈ ഫാനാണ്, അപ്പൊ ഞങ്ങൾ മുംബൈയെ പരാജയപ്പെടുത്തിയിരുന്നു CSK. അപ്പൊ അതൊന്ന് ഈക്വലാക്കുന്ന രീതിയിലുള്ള ഒരു മത്സരം, ആ ഒരു ചടങ്ങ് മാത്രമാണ് ഇന്ന് നടന്നത്. കാരണം ജയിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് നേരത്തെ തന്നെ ഉറപ്പായിരുന്നു. അപ്പൊ അത് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ കൊച്ചു പിള്ളേരോടുത്ത് കളിച്ച് അടിച്ച് ജയിക്കുന്ന പോലെ തന്നെ മുംബൈ ഇന്ത്യൻസ് ഈ പറയുന്ന പോലെ ചെന്നൈ ഉയർത്തിയ 176 റൺസ് 15.4 ഓവറിൽ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഈ പറയുന്ന പോലെ എടുത്തിട്ടുണ്ട്. അപ്പം പറയുന്ന പോലെ ധോണിയുടെ പല തന്ത്രങ്ങളും കാര്യങ്ങളൊക്കെയും പിന്നെയും ഈ പറയുന്ന പോലെ കയ്യാലെ പുറത്ത് കയറിയിരിക്കുന്ന ഒരു തേങ്ങയുടെ അവസ്ഥയാണ്. അങ്ങോട്ടോ ഇങ്ങോട്ടോ എപ്പോഴും വേണേലും വീഴാം, ചിലപ്പോൾ സക്സസ് ആകും, ചിലപ്പം ഫ്ലോപ്പ് ആകും. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ ഫ്ലോപ്പ് ആകുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഈ പറയുന്ന പോലെ DRS എടുക്കുന്ന കാര്യത്തിലൊക്കെ ആണെങ്കിലും വളരെയധികം ഫ്ലോപ്പ് ആയിട്ടുള്ള തീരുമാനങ്ങളാണ് ഈ പറയുന്ന പോലെ ധോണി എടുത്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ധോണി ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ താരങ്ങളെയും മാറ്റിയിട്ട് പുതിയ യുവതാരങ്ങളെ ഇറക്കേണ്ടതാണ് ഏറ്റവും അത്യാവശ്യം. ധോണിയെ മാറ്റണ്ട, കാരണം അത് ധോണി മാറ്റണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CSK ആരാധകർ ഒട്ടും സമ്മതിക്കത്തില്ല. അപ്പം ധോണി അവിടെ തന്നെ ഇരുന്നോട്ടെ, നിങ്ങൾ തന്നെ ചിന്തിക്കും ധോണി അവിടെ ഇരുന്നിട്ട് വല്ല കാര്യം ഉണ്ടോ എന്നുള്ള കാര്യം. അപ്പൊ എന്തായാലും ബാക്കിയുള്ള താരങ്ങളൊക്കെ മാറ്റിയിട്ട്, കാരണം ഈ ജഡേജയും ഈ പറഞ്ഞ പോലെ ദുബൈയും ഈ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് താരങ്ങളൊക്കെ വരുമ്പോഴും വിജയ് ശങ്കറൊക്കെ കയറായിരുന്നത് നന്നായി. വിജയ് ശങ്കറോട് കയറിയായിരുന്നെങ്കിൽ ഇപ്പൊ ഇത്ര ബോളർ എത്തത്തില്ലായിരുന്നു. അപ്പം അങ്ങനെയുള്ള കുറെ താരങ്ങൾ ഇപ്പൊ ധോണി വന്നിട്ടാണെങ്കിലും ഈ പറഞ്ഞ പോലെ ആദ്യമൊക്കെയും കുറെ ബോളുകൾ എടുത്തിട്ട് തന്നെയാണ് കളിക്കുന്നത്. അപ്പം ചെന്നൈ ബോളർമാര് യാതൊരുവിധ പ്രഷറും ഈ പറഞ്ഞ പോലെ മുംബൈ ബാറ്റർക്ക് കൊടുത്തിട്ടില്ല. രോഹിത് ശർമ്മ ഫോമിലോട്ട് തിരിച്ചെത്തി. ഈ പറഞ്ഞ പോലെ 75-6 റൺസ് കൊണ്ട് അദ്ദേഹം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 76 റൺസ്. സൂര്യകുമാർ യാദവ് 68 റൺസ്. ഈ പറഞ്ഞ മെയിൻ ബോളേഴ്സിന്റെ ബദ്രാനെയും നൂറിനെയൊക്കെയാണ് വെച്ച് കീഴ്ച്ചുന്നത്. അവർക്ക് അടി കിട്ടുമ്പോൾ ബാക്കിയുള്ള ബോളേഴ്സിന്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. ഭയങ്കര കഷ്ടമാണ്. ധോണി ഈ പറയുന്ന കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെയും പറഞ്ഞാൽ ഇനിയിപ്പോ കാര്യങ്ങളൊക്കെ എന്തൊക്കെ ചെയ്തിട്ട് പറ്റി പ്രയോജനമൊന്നുമില്ല. പ്ലേ ഓഫ് കയറാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. എന്തായാലും CSK ഫാൻസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തോൽവിക്ക് എന്താണ് പ്രധാനമായിട്ടുണ്ടായ കാരണങ്ങൾ എന്നുള്ളത് ഒന്ന് കമന്റിൽ രേഖപ്പെടുത്താൻ നോക്കുക. അതുവഴി നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ ആയിട്ടും നമുക്ക് സാധിക്കും. നിങ്ങൾ ഈ പറയുന്ന പോലെ കമന്റ് ചെയ്യുന്നവരടുത്ത് പ്രത്യേകം പറയട്ടെ, നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഈ പറയുന്ന ഒരു ചർച്ചയോ അല്ലെങ്കിൽ ഒരു തർക്കമോ പോകുന്നതായിരിക്കും നല്ലത്. പ്രധാനമായിട്ട് ക്രിക്കറ്റിനെ പറ്റിയിട്ട് പറയാം, അല്ലാണ്ട് ഈ തെരുവാക്കുകളും വൃത്തികേടും അങ്ങനെയൊക്കെ ഉള്ളതൊന്നും പറയാണ്ട് അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഈ പറയുന്നത് ക്രിക്കറ്റിന്റെ രീതിയിൽ നിങ്ങൾക്ക് എന്ത് പോയിന്റാണ് പറയാനുള്ളത് അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അതിനകത്ത് ഞാനും റിപ്ലൈ തരും. നല്ല നല്ല പോയിന്റുകൾ ഈ പറയുന്ന പറയുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് പിന്നീടൊരു ഇൻസ്പിറേഷൻ ആണ് അടുത്ത വീഡിയോകൾ ചെയ്യാനും എടുക്കാനും ഒക്കെ ആയിട്ട്. അപ്പൊ ആ ഒരു കമന്റ് വെച്ച് നമുക്ക് വീഡിയോ ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ അങ്ങനെ ഒത്തിരി നല്ല കാര്യങ്ങൾ നമുക്ക് ക്രിക്കറ്റിനെ പറ്റിയിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ഒക്കെ വേണം, അതൊക്കെ നല്ലതാണ്, അതൊക്കെ അങ്ങനെ തന്നെ പോട്ടെ. പക്ഷെ ക്രിക്കറ്റിന്റെ പോയിന്റുകൾ പറഞ്ഞുകൊണ്ട് തന്നെ മാത്രം ഈ പറയുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.